സി ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന അവസരത്തിൽ പോലീസിന്റെ റോള് ക്രമസമാധാന പാലനമാണ്. പബ്ലിക് ഓർഡർ നിലനിർത്താൻ വേണ്ടിയുള്ളതാണ് പോലീസിന്റെ റോള്. ഇപ്പോൾ തൃശ്ശൂർ പൂരം കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ ഒരു ഫെസ്റ്റിവലാണ്. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ആ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി രാത്രി ആ പൂരത്തിന്റെ ആ മഹാരംഗം കാണാൻ വേണ്ടി പണ്ട് മുതലേ നമ്മളൊക്കെ പോയിക്കൊണ്ടിരുന്ന കുറേ കാലം. ഇപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പൂരം കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടാണ് അടിച്ച് കലക്കിയത്. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു പോലീസ് ലാത്തിചാർജ് നടന്നാൽ ഒരു ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിക്കുന്നതാണ്. കാരണം അതിൽ ഉത്തരവാദികളായ ആളുടെ റോള്, ആ ലാത്തിചാർജിൽ ഉത്തരവാദികളായ റോള് കണ്ടുപിടിച്ച് വേണ്ടി വന്നാൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യണം. നമ്മുടെ സർക്കാർ എത്ര നിരുത്തരവാദിത്വപരമായിട്ടാണ് തൃശ്ശൂർ പൂരം കലക്കിയെന്ന് പുറത്ത് പറയുന്നത് തന്നെ നമുക്ക് നാണക്കേടാണ്. ആ കലക്കിയതാര ജനങ്ങളല്ല, വിശ്വാസികളല്ല, പൂരത്തിന്റെ സംഘാടകരല്ല, രാഷ്ട്രീയ കക്ഷികളെല്ലാം. ഈ കലക്കലിൽ പ്രൈം റോൾ വഹിച്ചിരിക്കുന്നത് പോലീസാണ്. കാക്കി ഉടുപ്പ് ധരിച്ച പോലീസുകാർ ജനങ്ങളുടെ ആഘോഷത്തെ, വിശ്വാസങ്ങളെ മുറിവേൽപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു നരനായാട്ടാണ്. അത് അന്വേഷിക്കാൻ വേണ്ടി കമ്മിറ്റിയെ വെച്ചു. അത് അന്വേഷിച്ചത് ഒരു ADGP ആണ്. ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ പുറത്തു വന്നു. ഇതിൽ പ്രൈം അക്യൂസ്ഡ് എന്ന് പറയുന്നത് കേരളത്തിന്റെ ക്രമസമാധാന പാലനയുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്. പിന്നെ നമ്മൾ കേൾക്കുന്നത് എന്താണ്? ആ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തതും ആ മനുഷ്യൻ തന്നെയാണ്. ഇതാരെ വിഡ്ഢിയാക്കാൻ വേണ്ടിയാണ്? ആരെ പരിരക്ഷിക്കാൻ വേണ്ടിയാണ്? പൂരത്തിൽ നടന്നിരിക്കുന്ന പോലീസ് നരനായാട്ട് കേരള ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു ഭീകര കൃത്യമായിട്ടാണ് നമ്മളത് കാണുന്നത്. ആ സംഭവത്തിൽ ഉത്തരവാദികളായ പോലീസുകാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരു നിഷ്പക്ഷമായ അന്വേഷണം ആവശ്യമില്ലേ? നമ്മുടെ മുഖ്യമന്ത്രിയും ഭരണകക്ഷികളും എല്ലാം എത്ര ലാഘവത്തോടു കൂടിയാണ്. അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം വേറെ, ദാറ്റ് ഇസ് സെക്കൻഡറി തിങ്. പക്ഷേ ഈ പൂരം അടിച്ചു കലക്കാൻ വാട്ട് ഈസ് ദ ബിസിനസ് ഓഫ് ദ പോലീസ്? ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. കാരണം പൂരം എന്ന് പറയുന്നത് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചു കൂടുന്ന സ്ഥലത്ത് പോലീസിന്റെ സാന്നിധ്യം ജനങ്ങളുടെ ജീവന്, ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ആ ഉറപ്പുവരുത്താൻ ബാധ്യസ്ഥരായ പോലീസ് അവിടെ ജനങ്ങളെ അടിച്ച് പൊളിച്ചു തകർത്തു. ആ ഉത്സവത്തെ മുഴുവനായും അലങ്കോലപ്പെടുത്തിയിട്ട് അവരെ പരിരക്ഷിക്കാൻ വേണ്ടി അവർക്കൊരു പ്രൊട്ടക്റ്റീവ് അംഗല കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ DGPയുടെ നിലപാട് വളരെ പ്രശംസനീയമല്ലേ? കാരണം ADGP കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന് അദ്ദേഹത്തിന്റെ സുപ്പീരിയർ ഓഫീസർ സംശയിക്കുന്നു. കാരണം ഇതിൽ പ്രതി തന്നെയാണ് കുറ്റാന്വേഷണം നടത്തിയിരിക്കുന്നത്. ഏറ്റവും വിചിത്രമാണ്, ഒരു റേപ്പ് കേസിലെ പ്രതിയോട് കേസ് അന്വേഷിക്കാൻ പറഞ്ഞാൽ അതിന്റെ ഫലം എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതിന് തൃശ്ശൂർ പൂരം കലക്കി എന്ന് പറയുന്നത് ഒരിക്കലും നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല. ആ സംഭവത്തിൽ പോലീസ് നടത്തിയിരിക്കുന്ന ഭീകരത, പോലീസ് നടത്തിയിരിക്കുന്ന നരനായാട്ട്, അതിനുത്തരം ഒരു ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ആക്കിയത് കൊണ്ടോ പ്രൊമോഷൻ തടഞ്ഞത് കൊണ്ടോ അതൊരു ശിക്ഷയാകുമോ? ഈസ് നോട്ട് എ ക്രിമിനൽ ആക്ട്. സമാധാനപരമായി ഒരു ഉത്സവം, ഒരു ആഘോഷം കാണാൻ വന്ന ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ഭീകരത, ഇറ്റ് ഷുഡ് ബി ഇൻവെസ്റ്റിഗേറ്റഡ്, ഇറ്റ് ഷുഡ് ബി എൻക്വയർഡ് ഇൻടു. കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതൊരു ജനാധിപത്യ ഗവൺമെന്റിന്റെ പരമപ്രധാനമായ ഡ്യൂട്ടിയാണ്. അത് നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് സർക്കാർ, ഈ പോലീസ് നടത്തിയിരിക്കുന്ന ക്രിമിനൽ ആക്ടിന് സർക്കാരിന്റെ ഒരു കയ്യൊപ്പുണ്ടോ എന്ന് സംശയം വരത്തക്ക രീതിയിലാണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് സുരേഷ് ഗോപി? ഒരു ഫെസ്റ്റിവൽ നടക്കുമ്പോൾ സമാധാനപരമായി ഫെസ്റ്റിവൽ നടത്താൻ പീസ്ഫുൾ കണ്ടക്ട് ഉറപ്പുവരുത്തേണ്ട പോലീസ്, ഒരു സുരേഷ് ഗോപി അവിടെ വരുമ്പോൾ അയാളെ തടയേണ്ട ഉത്തരവാദിത്തം പോലീസിനാണ്. സുരേഷ് ഗോപി എന്നല്ല, അവിടുത്തെ സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വരുന്ന രീതിയിൽ ആര് പ്രവർത്തിച്ചാലും, എത്ര വലിയവനാണെങ്കിലും അവരെ തടയേണ്ട ഉത്തരവാദിത്തം. അപ്പൊ മൊത്തം ഇത് ഒന്ന് അലങ്കോലപ്പെട്ടുകൂടട്ടെ എന്നൊരു ചിന്ത പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. അതിന്റെ വിചിത്രമായ രാഷ്ട്രീയം എന്തൊരു ലജ്ജാകരമാണ്. ഇടതുപക്ഷ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയാണ് ഇതിൽ ഏറ്റവും വലിയ എഗ്രീവ്ഡ് പേഴ്സൺ. ഇതിന്റെ കാഷ്വാലിറ്റി അദ്ദേഹമാണ്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ
സാഹചര്യം സൃഷ്ടിക്കാനാണ് എന്ന് പറയുന്നു വിടണു. അതിൻ്റെ ഭാഗമായിട്ടാണ് 1 വർഷം മുമ്പേ നടത്തിയ ഒരു ആലോചന RSS നേതാക്കന്മാരുമായി ADGP പോയി കാണുന്നു. വാട്ട് ഈസ് ദ റോൾ ഓഫ് ADGP ഇൻ ഓൾ ദീസ് തിങ്സ്? അങ്ങനെ ഒരു ADGP ഒരു ചെറിയ സംശയം തന്നെ ഒരു ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണത്തിൽ ക്രമക്കേടുണ്ടായി, പരാജയമുണ്ടായി, അല്ലെങ്കിൽ ഒരു ഭീകരകൃത്യത്തിന് പോലീസിന്റെ ഒരു മൗനാനുവാദം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റണ്ടേ? തൽക്കാലത്തെങ്കിലും ഈ അന്വേഷണ കാലത്തെങ്കിലും അദ്ദേഹത്തെ മാറ്റണ്ടേ? അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് രക്ഷാകവചം വലയുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ മുഖ്യമന്ത്രി ഈ കാര്യത്തിലെല്ലാം എടുക്കുന്ന നിലപാട് വളരെ ലജ്ജാകരമാണ്, ദയനീയമാണ്, ഒരു ഭരണാധികാരിക്ക് യോജിച്ചതല്ല എന്നാണ് നമുക്ക് പറയുന്നത്. എപ്പറന്റ് അല്ലേ, എവിഡന്റ് അല്ലേ? കാരണം മുഖ്യമന്ത്രിക്ക് ഒരു BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം അദ്ദേഹത്തിന്റെ ചുരുക്കം നമ്മൾ കാണുന്നില്ലേ എത്ര മുഖ്യമന്ത്രിമാർ ജയിലിലായി. അദ്ദേഹം ഒരു കെജ്രിവാൾ ആവാനോ ഹേമന്ത് സോറൻ ആവാനോ അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കോടിക്കണക്കിന് ആസ്തിയാണ് ED സീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽപ്പെട്ട ആളുകളെയാണ് ED കേസിൽ പ്രതിയാക്കിയിരിക്കുന്നത്. അപ്പൊ BJPയുടെ ഔദാര്യം ലഭിക്കണമെങ്കിൽ BJPക്ക് കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു സീറ്റ് ലോക്സഭയിൽ കൊടുക്കണം. ഹൗ ഇറ്റ് ഹാപ്പൻ? അതിനൊരു അവസരം ഉണ്ടാക്കി എന്ന് നമ്മളാരും പറയുന്നതല്ല. ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ഇതിൽ ഡീപ്ലി വൂണ്ടഡ് പേഴ്സൺ. അദ്ദേഹമാണ് പറയുന്നത് ഇതിൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എനിക്ക് ഭരണകക്ഷിയുടെ ഉത്തരവാദപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ അഡ്വേഴ്സായി ബാധിച്ച ഒരു സംഭവത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് വിവരാവകാശ പ്രകാരം ചോദിക്കേണ്ട ഒരു ദുര്യോഗമുണ്ടായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വാട്ട്?